ലോ അക്കാദമിക്ക് മുന്നിൽ സമരത്തിൽ നിന്ന് പിന്മാറിയ SFI സമരം മറ്റ് സ്വാശ്രയ കോളേജുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. അതിന് തുടക്കം BDJS ജനറൽ സെക്രട്ടറി സുഭാഷ് ബാസു ചെയർമാനായ ആലപ്പുഴ കട്ടച്ചിറ വെള്ളാപ്പള്ളി നടേശൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയായിരുന്നു. ക്യാമ്പസിന് മുന്നിൽ സംഘടനയുടെ കൊടിമരം സ്ഥാപിക്കാനായിട്ടായിരുന്നു മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമായി. കോളേജ് കവാടത്തിലേക്ക് കടത്തിവിടാതെ പിന്മാറില്ലെന്ന് സമരക്കാർ നിലപാടെടുത്തു. ഇതോടെ സമരക്കാരുടെ ആവശ്യം പോലീസ് അംഗീകരിച്ചു. സുഭാഷ് ബാസുവിനെ പേരെടുത്ത് വിമർശിച്ച സമരക്കാർ വെള്ളാപ്പള്ളിയെ പരാമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ കേരളത്തിൽ സ്വാശ്രയ മേഖലക്കെതിരായി ഏറ്റവും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനം അതാണ് SFI. സമരം ശക്തമാക്കി മാനേജ്മെന്റുകളുടെ നിലപാടുകളെ ക്യാമ്പസുകളിൽ ലംഘിക്കാനാണ് SFI തീരുമാനം. ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഒരു കോളേജ് ആരംഭിച്ചു സുഭാഷ് ബാസു. എന്താ ആ കോളേജിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? താടി വെച്ചാൽ ഫൈൻ. എത്രയാ ഫൈൻ? 200 രൂപ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാളെ മുതൽ താടി വെച്ചിട്ട് മാത്രമേ ഈ ക്യാമ്പസിനകത്ത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് ക്യാമ്പസുകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനും CPM SFIക്ക് നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.